ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൻ വേളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു റവയും പഴമൊക്കെ വെച്ചിട്ട് തന്നെ കേട്ടോ. അപ്പോൾ പഴം പഴുത്ത ബാക്കി കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അതുകൂടി അങ്ങോട്ട് കഴിഞ്ഞോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ ഇട്ടാ കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അപ്പോൾ അതിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് റവേനെ കേട്ടോ. അപ്പോൾ ഒന്ന് കുറച്ച് നേരം ഒരു 5 മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ വേഗം. അപ്പോൾ ഇത് ഒരുവിധം റോസ്റ്റായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കവറ് പാലില്ലേ, 1/2 ലിറ്ററിൻ്റെ ഒരു പാൽ കവറ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ആ പാലിൽ കിടന്നൊന്ന് റവ വെന്ത് കിട്ടട്ടെ കേട്ടോ. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ പാലിൽ കിടന്നൊന്ന് മിക്സായി അതിൻ്റെ ശേഷം നമ്മൾ പഴം ഒരു 3-5 പഴം ഇട്ടിട്ട് നല്ല പഴുത്തത്. അപ്പോൾ ആ പഴം മുഴുവൻ ചെറുതാക്കി അരിഞ്ഞിട്ട് അതിൽ മിക്സാക്കി കൊടുക്കുക കണ്ടോ. അപ്പോൾ ആ പഴം നല്ല പഴുത്താണ്, നല്ല കറുത്ത കളറായിട്ടുണ്ടായിരുന്നു തൊലി. പിന്നെ അത് കളയേണ്ട വെച്ചിട്ട് അപ്പോൾ ഒരു വേടിയിട്ട് ചെയ്യുക എന്തെങ്കിലും ഉണ്ടാക്കാൻ വെച്ചിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ പഴം അതിലേക്ക് നന്നായി വെന്തുടയിട്ട് വേഗം കുറച്ച് നേരം നമുക്ക് ആ പാലിട്ടിട്ട് മിക്സാക്കി എടുക്കുക. നന്നായി തിളച്ച് ഒന്ന് ചെറു തീയിലിട്ട് വേവിക്കുക കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത പഴയ കാരണം വേഗം വേവ് കിട്ടും. അപ്പോൾ നമുക്കത് നന്നായി ഒന്ന് വേവിച്ച് വേഗം എടുക്കാം. അപ്പോൾ ഒന്ന് നന്നായി ഒരുവിധം തിളച്ച് 2-3 മിനിറ്റോളം തിളച്ച് വെന്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് കുത്തുമ്പോൾ വേഗം നല്ല പഴുത്ത പഴയ കാരണം വേഗം നല്ല മാതിരി ഉടഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് നന്നായി ഒന്ന് മിക്സ് ആയതിന് ശേഷം എടുത്ത് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഒരു കുറച്ച് പണി കൂടി ഉണ്ട് കേട്ടോ. ഇറക്കി വെക്കുന്നതിന് മുന്നേ ഞാൻ നാളികേരം ഇടാൻ മറന്നു. അപ്പോൾ നാളികേരം കൂടി അതിലിട്ട ഒരു മുറി നാളികേരം ചിരി വെച്ചിട്ടുണ്ടായിരുന്നു. നാളികേരം അതിൽ ചേർത്തു. പിന്നെ പഞ്ചസാരയും ചേർക്കണം കേട്ടോ. ഒരു കപ്പ് റവ ഒരു കപ്പ് എടുത്തില്ല. അപ്പോൾ ഒരു കപ്പ് പഞ്ചസാര നമുക്ക് ചേർക്കാം കേട്ടോ. പഴത്തിൻ്റെ മധുരം ഉണ്ടാവും കുറച്ച്. അപ്പോൾ മധുരക്കുറവ് വരണ്ട. അപ്പോൾ നമുക്കൊരു കപ്പ് പഞ്ചസാര കൂടി അതിൽ ചേർക്കാം കേട്ടോ. ഒരു കപ്പ് പഞ്ചസാര കൂടിയും ചേർത്ത് മിക്സായി നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ പഞ്ചസാരയും നാളികേരമൊക്കെ ഒരു മുറി ചേർത്ത് നന്നായി മിക്സാക്കി ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം അതായിട്ടുണ്ട്. ഇനി നമുക്കത് ഇറക്കി വെച്ചിട്ട് നമുക്കത് ഒരു മീഡിയം ചൂടിലായി തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്കതൊരു 4 ഡവറകളുണ്ട്, പാത്രങ്ങൾ, ചെറിയ വട്ടപാത്രങ്ങൾ. അതിന് അതിൽ കുറച്ച് നെയ്യ് എണ്ണ പുരട്ടിയിട്ട് നമുക്ക് അതിലേക്ക് ഇത് ഇട്ടിട്ട് വേവിക്കാൻ വെക്കണം കേട്ടോ. ആവിയിൽ വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ റവയൊക്കെ 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി നന്നായി വെന്തോട്ടെ. അപ്പോൾ നമുക്ക് എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഒരു 3 ഡവറയിലേക്കുള്ള ഉള്ളോട്ടെ. 3 ഡവറയിൽ നമുക്ക് എണ്ണയോ നെയ്യോ പുരട്ടിയിട്ട് അതിലേക്ക് ടീസ്പൂൺ കൊണ്ട് കോരിയിട്ട് ഇങ്ങനെ വെക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ അതൊക്കെ 3 ഒരുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ. അപ്പോൾ നമുക്കിനി അത് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം കേട്ടോ. വെന്തിട്ടുണ്ട് ഒരു 3/4%, എന്നാലും ഒന്നുകൂടി ആയിക്കോട്ടെ. അപ്പോൾ നമുക്കൊരു ഇഡ്ഡലി ചെമ്പാണ് ഞാൻ ആവിയിൽ വെക്കാനായിട്ട് വെച്ചിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം അത് 3 പാത്രം ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വെള്ളമൊക്കെ തിളച്ച് ആവി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അരിപ്പ പാത്രം കമത്തിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ 3 പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മൂടി വയ്ക്കുക. ഒരു 5 മിനിറ്റോളം വെന്താൽ മതി കേട്ടോ. ഒരു 5 മിനിറ്റോളം അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മുടെ സ്നാക്സ് റെഡിയാകും കേട്ടോ. അപ്പോൾ നല്ല മാതിരി വെന്ത് കിട്ടും. 5 മിനിറ്റ് തന്നെ വേണ്ടു കേട്ടോ കഷ്ടി. അപ്പോൾ 5 മിനിറ്റ് തന്നെ കൂടിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കത്തിക്കുക കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ കണ്ടോ പൊന്തി വന്നിട്ടുണ്ട്, നന്നായി വെന്ത് ആവിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരണുണ്ട്. അപ്പോൾ നമ്മളൊരു കമ്പി കൊണ്ട് കുത്തിയൊക്കെ അതിൻ്റെ ഉള്ളിൽ പിടിക്കുന്നത്. അപ്പോൾ അതൊന്നും പിടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ വെന്തിട്ടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കിത് ഇറക്കി വയ്ക്കുക. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കുക ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ 3 ഡവറകളും നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. കുറച്ച് നേരം അതൊന്ന് ആവി പോയി ചൂടാറിയാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടട്ടോ, അല്ലെങ്കിൽ പൊട്ടി പോരും. അപ്പോൾ ഒരു 5 മിനിറ്റോളം ചൂടാറാൻ വെക്കാം കേട്ടോ. അപ്പോൾ പ്ലേറ്റിലിരുന്ന് ചൂടൊക്കെ അറിയിട്ടോ. നമുക്ക് ഓരോ ഇതെടുത്തിട്ട് നമുക്കൊന്ന് ഒരു കയ്യിലേക്ക് തട്ടി കൊടുത്തു നോക്കാം കേട്ടോ. അപ്പോൾ ഒരു ഡവറ എടുത്തിട്ട് ഞാൻ ആ സ്നാക്സിനൊന്ന് തട്ടി നോക്കാം കേട്ടോ, പോരുണ്ടോന്ന്. അപ്പോൾ അതേ കുറച്ച് നേരം ഇങ്ങനെ തട്ടിയപ്പോൾ കയ്യിലേക്ക് പോകുന്നു. അപ്പോൾ അതുപോലെ 3 നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ 3 ഡവറയുടെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാനും എടുത്ത് നോക്കുമ്പോൾ നോക്കി നല്ല ഭംഗിയിൽ ഇങ്ങോട്ട് പോരുന്നുണ്ട് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റ്. അതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താം കേട്ടോ. പുതുതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ബൈ.